അപ്പോൾ വീണ്ടും ഒരു വെള്ളിയാഴ്ച ഇങ്ങ് വന്നെത്തി. അപ്പോൾ ഹെർബേറിയത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ്, ജിയോ ടാഗിൻ്റെ പിക്ചേഴ്സ് ഞാനും ബാനു ഗോപിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ പിക്ചേഴ്സിൻ്റെ ആവശ്യം ഉള്ളായിരുന്നത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ പോയി. ആ ചേച്ചി ഞങ്ങൾക്ക് വീണ്ടും ബാക്കി പിക്ചേഴ്സ് എടുത്തു തരണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടായിരുന്നപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ചൊന്ന് നടക്കാമെന്ന്. അപ്പോൾ അങ്ങനെ നടന്ന് ഇങ്ങനെ പോയപ്പോഴാണ് ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത് വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു ഹോസ്പിറ്റൽ കണ്ടത്. ബീങ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ പൂട്ടിക്കിടക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വിഷമമുള്ള കാര്യമാണ്. ഇതൊരു TNM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ. അറിയില്ല, ഞങ്ങളുടെ കോളേജ് അതായത് പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പേ അത് അടച്ചുപൂട്ടിയതാണ് എന്നാണ് കേട്ടത്. കാര്യങ്ങളൊന്നും അറിയില്ല. കണ്ടില്ലേ, അത്യാഹിത വിഭാഗം, അതുപോലെ എക്സ്റേ എടുക്കുന്ന സ്ഥലം, അതൊക്കെ ഇപ്പോഴും ഇൻടാക്റ്റായിട്ടുണ്ട്. കണ്ടപ്പോൾ എന്തൊക്കെയോ വിഷമങ്ങൾ തോന്നി. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്നു. കുറച്ച് പൂക്കളൊക്കെ അതിനിങ്ങനെ ഇരിക്കുന്നു. പിന്നെ എന്നെ വിഷമമാണത്. ഞാനിങ്ങനെ അത് തന്നെ ഇങ്ങനെ നോക്കുന്നു. പിന്നെ അതിനെ ചുറ്റി നടക്കുന്നു. എന്തോ അതിനുശേഷം വെറുതെ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ഓട്ടോസൊക്കെ അവിടെ ഇട്ടിരിക്കുന്നു. എനിക്കൊന്ന് പുതിയതാണോ പഴയതാണോ അറിയില്ല. പണ്ട് നല്ലതുപോലെ പ്രവർത്തിച്ചിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു ഇതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഈ ഡബ്ബിങ് ചെയ്യുന്നത് ഒരു പകലിലാണ്. കാരണം ഇന്ന് ഞങ്ങൾക്കൊരു വിസിറ്റുണ്ട്. അരുവിക്കര ഡാം, അതായത് അവിടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ കാണണം. അതിനുവേണ്ടിയാണ് പോകുന്നത്. പക്ഷേ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടി ശബ്ദം ഇങ്ങനെ കേൾക്കാമെന്ന് തോന്നുന്നു. പിന്നെ അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കോളേജിലോട്ട് ഇങ്ങനെ നടന്ന് വരികയാണ്. നല്ല ദൂരമുണ്ട് എന്നാലും, പക്ഷേ ഈവനിങ് കൊള്ളാം. കണ്ടോ, ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു എൻട്രൻസ് പോലെ ഒരു സംഭവം. അതിനുശേഷം ഞാൻ അവിടെ ഇരുന്നൊരു പൂ ഇങ്ങനെ പിച്ചി. പക്ഷേ അപ്പോഴത്തേക്കും സമയം കോളേജിൽ കയറേണ്ട സമയമായി. അതായത് 6 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കയറണം. അതിന് വേണ്ടിയായിരുന്നു ഓടിയത്. പിന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തത് കൊണ്ട് സന്തോഷമായിട്ട് ഞാൻ ഈ കോളേജിൻ്റെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സോ ഇറ്റ് വാസ് എ